റെയിൽവേയുടെ പാർക്കിംഗ് ഫീസ് വർധനവിൽ വലഞ്ഞ യാത്രക്കാർ 20 മുതൽ 30% വരെയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് നിരക്ക് വർദ്ധിപ്പിച്ചത്. നിരക്ക് വർധനവിൽ ഇളവ് വരുത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ഭീമമായ നിരക്ക് വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ഥിരം യാത്രക്കാരെയാണ്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച് ജോലിക്ക് പോയി മടങ്ങിയെത്തുമ്പോൾ റെയിൽവേ ടിക്കറ്റിനേക്കാൾ ഇരട്ടി തുകയാണ് യാത്രക്കാർക്ക് പാർക്കിങ്ങിനായി നൽകേണ്ടി വരുന്നത്. എറണാകുളം നോർത്ത്, സൗത്ത് എന്നീ സ്റ്റേഷനുകളിൽ സാധാരണ പാർക്കിങ്ങും പ്രീമിയം പാർക്കിങ്ങും റെയിൽവേ ഒരുക്കുന്നുണ്ട്. ഒരു ദിവസം സാധാരണ പാർക്കിങ്ങിന് 30 രൂപയും പ്രീമിയം പാർക്കിങ്ങിന് 150 രൂപയുമാണ് ബൈക്കിന് ഈടാക്കുന്നത്. എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്കും കോട്ടയത്തേക്കും 20 രൂപ മാത്രമേ ജനറൽ ടിക്കറ്റിന് വേണ്ടി വരുന്നുള്ളൂ എന്ന സാഹചര്യത്തിലാണ് ഇത്. ഈ കോട്ടയം വരെ നമുക്ക് യാത്ര നടത്താൻ 20 രൂപ മതി. പക്ഷെ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ 80 രൂപ ഒരു മണിക്കൂറിന് കൊടുക്കണം. അപ്പോൾ അത് യാത്രക്കാരായ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. കാർക്കുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ ബൈക്കിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇരുചക്ര വാഹനങ്ങൾ 2 മണിക്കൂർ പാർക്ക് ചെയ്യാൻ നേരത്തെ 5 രൂപയായിരുന്നു. ഇപ്പോൾ 10 രൂപ നൽകണം. 3 വീലറും 4 വീലറും 2 മണിക്കൂറിന് 30 രൂപയാണ് ഫീസ്. നേരത്തെ രണ്ടിനും വ്യത്യസ്ത നിരക്കായിരുന്നു. ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രതിമാസം 200 രൂപയായിരുന്നു പാർക്കിംഗ് ഫീസെങ്കിൽ ഇപ്പോൾ 600 രൂപ നൽകണം. പാർക്കിംഗ് ഫീസ് വർധനവ് കുറക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് അപ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതിനിത് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോഴും ചാർജ് കൂട്ടിയേക്കണം. അപ്പോൾ ഞങ്ങൾ ചാർജ് കുറച്ച് തന്നെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. മഴയും വെയിലും കൊള്ളും. എന്തെങ്കിലും ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ ഉത്തരവാദിത്വം നേക്കൂല. നമ്മൾ സഹിച്ചോളണം. എന്തെങ്കിലും ചിലർ വണ്ടിയിലേക്ക് കുറച്ചുകൊണ്ട് പോകും. അതും അവർ ഇത് നമ്മുടെ സഹിച്ചു. അത് വേറെ ഉത്തരവാദിത്വം അവർക്കൊന്നുമില്ല. പൈസ മേടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇവർക്കിത്. ഇത്ര കാശ് മേടിക്കാതെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. കോട്ടയം എറണാകുളം 30 രൂപ ഉള്ളൂ. ഇപ്പോൾ പാർക്കിംഗ് ചെയ്യാൻ 80 രൂപ മേടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് സുരക്ഷ ഉറപ്പു നൽകാൻ സാധിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഹെൽമറ്റ് പോലുള്ളവ സൂക്ഷിക്കണമെങ്കിൽ വേറെ ഫീസ് നൽകി ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കണം. നിരക്ക് വർധനവിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇത് ഗൗരവത്തിലെടുക്കാൻ റെയിൽവേ തയ്യാറായിട്ടില്ല. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. പാർക്കിംഗ് നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വാഹനങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ന്യായമായ ഒരു ചാർജാണ് ഈടാക്കുന്നതെന്നുള്ളത് പലരും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കും അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് റെയിൽവേ അധികാരികൾ അതൊന്ന് ശ്രദ്ധിച്ച് അതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. നമുക്ക് ഒരു പാസഞ്ചർ എന്നുള്ള നിലയിൽ നമുക്കുണ്ട്. ഈ ഒരു സർവീസ് റോഡാണ് നേരെ ചെന്ന നമ്മുടെ ചോറ്റാനിക്കര തിരുവാങ്കുളം ആ റോഡിലോട്ട് വന്ന് കയറുന്നത്. ഈ വണ്ടികൾ കാരണം തന്നെ അവിടെ കയറാനും വളയാനും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റെഗുലർലി ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട്. സ്വന്തം വീട് ആലപ്പുഴയാണ്. ഈ ഭാഗം ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ ഒരു പാരൽ റോഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കേ കോട്ടയിലോട്ട് പോകുന്നതാണ്. അത് മുഴുവൻ ജാമായിരിക്കും. സ്ഥലമുണ്ടല്ലോ, അവരെടുക്കുന്നില്ലല്ലോ. വഴി മേടിച്ചത് 30 രൂപയാണ്. കാലത്ത് ഞാനൊരു 10 മണിക്ക് പോയി സമയമായി. ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു 15 രൂപ 30 രൂപയാണ് മേടിക്കുന്നത്. സൗകര്യം എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നനയും. മിസ്സിംഗ് ഒക്കെ ഉണ്ട് വണ്ടിക്കിടയ്ക്ക്. അങ്ങനെ ഒരു വിഷയമുണ്ട്. ചാർജ് ഇപ്പോൾ ഒരു മണിക്കൂറിന് 10 രൂപ ചാർജ് പറയുന്നത്. 1 മണിക്കൂറിന് 10 രൂപ. അതിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കിപ്പോൾ 30 രൂപ.